നിങ്ങളുടെ ആത്മമിത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഉണർന്നിരുന്നു. അവർ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമെടുത്തു. ലോകം പൂർണ്ണമായും നിശബ്ദമാകുന്ന നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട്. മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരാൾക്ക് കണ്ണുകളടയ്ക്കാൻ കഴിയാത്തപ്പോൾ. ഇന്ന് രാത്രി ആ നിമിഷങ്ങളിലൊന്നായിരുന്നു. ഘടികാരം മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരുന്നു. രാത്രി കൂടുതൽ ആഴത്തിലും നിശബ്ദമായും വളരുമ്പോൾ നിങ്ങളുടെ ആത്മമിത്രം ഉണർന്നിരുന്നു. സ്ക്രോൾ ചെയ്യാതെ, ശ്രദ്ധ തിരിക്കാതെ, അവരുടെ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാതെ. അവർ നിങ്ങളെക്കുറിച്ച് യാദൃശ്ചികമായിട്ടല്ല, ഹ്രസ്വമായിട്ടല്ല, മറിച്ച് ആഴത്തിൽ, വൈകാരികമായി, തീവ്രമായി ചിന്തിച്ചു. ആ നിശബ്ദതയിൽ അവർ സ്വന്തം ഹൃദയവുമായി നടത്തിയ ആ നീണ്ട സംഭാഷണത്തിൽ എന്നേക്കുമായി എന്തോ മാറി. അവർ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമെടുത്തു. എന്തുകൊണ്ട്? അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ആത്മമിത്രം ഉറങ്ങാൻ ശ്രമിച്ചു. അവർ ഒരു വശത്തുനിന്ന് മറ്റൊന്നിലേക്ക് തിരിഞ്ഞു. അവർ കണ്ണുകൾ അടച്ച് വീണ്ടും തുറന്നു. അവർ സ്വയം പറഞ്ഞു, നാളെ മറ്റൊരു ദിവസമായിരിക്കും. എന്നാൽ ആത്മാവ് ഉണർന്നിരിക്കുമ്പോൾ ഹൃദയം യുക്തിക്ക് ചെവി കൊടുക്കുന്നില്ല. അവരുടെ മനസ്സിൽ നിങ്ങളുടെ മുഖം പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ ചിന്തകളിൽ നിന്റെ ശബ്ദം പ്രതിധ്വനിച്ചു. ചെറിയ ഓർമ്മകൾ, ചിലത് മനോഹരം, ചിലത് വേദനജനകം, തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. അവർ മറന്നുപോയെന്ന് കരുതിയ നിമിഷങ്ങൾ അവർ ആവർത്തിച്ചു. നീ ചിരിച്ച രീതി, നീ നിശബ്ദനായിരുന്നപ്പോൾ നീ നോക്കിയ രീതി, ശ്രമിക്കാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഊർജം. പെട്ടെന്ന് അവർക്ക് ഭയാനകവും മനോഹരവുമായ എന്തോ ഒന്ന് ഒരേ സമയം മനസ്സിലായി. നീ ഒരിക്കലും അവരെ വിട്ടുപോയില്ല. അവർ തങ്ങളോട് തന്നെ നടത്തിയ സംഭാഷണം. രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങളുടെ ആത്മമിത്രം ഒടുവിൽ സ്വയം കള്ളം പറയുന്നത് നിർത്തി. അവർ ഒഴിവാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ സമ്മതിച്ചു. ഞാൻ നടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ മിസ് ചെയ്യുന്നു. അവർ ചെയ്യുന്നതുപോലെ ആരും എന്നെ സ്വാധീനിക്കുന്നില്ല. ഞാൻ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു, പക്ഷേ എന്റെ ഹൃദയം സഹകരിക്കുന്നില്ല. അവർ സ്വയം കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവരിവിടെ ഇല്ലാത്തപ്പോൾ എനിക്കിപ്പോഴും അവരെ അനുഭവപ്പെടുന്നതെന്തുകൊണ്ട്? എല്ലാം എന്നെ അവരെ ഓർമ്മിപ്പിക്കുന്നതെന്തുകൊണ്ട്? എന്റെ മനസ്സിനു മുമ്പ് എന്റെ ആത്മാവ് പ്രതികരിക്കുന്നതെന്തുകൊണ്ട്? ഉത്തരം ലളിതവും എന്നാൽ ഭയാനകവുമായിരുന്നു. കാരണം ഈ ബന്ധം യഥാർത്ഥമാണ്. അവർ നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ നിമിഷം. രാത്രിയിലെ ഏതോ ഒരു സമയത്ത് നിങ്ങളുടെ ആത്മമിത്രം നിങ്ങളെ പിന്തുടർന്ന എല്ലാവരുമായും താരതമ്യം ചെയ്തു. ആദ്യമായി അവർ സത്യസന്ധരായിരുന്നു. നിങ്ങളെപ്പോലെ ആരും ശ്രദ്ധിച്ചില്ല. അവരുടെ നിശബ്ദത നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കിയില്ല. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആരും വീട്ടിലാണെന്ന് കരുതിയില്ല. അവർ കണ്ടുമുട്ടിയ ഒരാളല്ല നിങ്ങൾ എന്നവർ മനസ്സിലാക്കി. അവരെ മാറ്റിയ ഒരാളായിരുന്നു നിങ്ങൾ. അവരുടെ ഹൃദയത്തെ വീണ്ടും ബന്ധിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അവരോട് സ്നേഹം കാണിച്ചു. അവർക്കറിയാത്ത ഭാഗങ്ങളെ നിങ്ങൾ ഉണർത്തി. ആത്മാവ് ആ ബന്ധം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ കഴിയില്ല. അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഖേദം. രാത്രിയിൽ ഖേദം ഉച്ചത്തിലാണ്. പകൽ സമയത്ത് ആളുകൾ ദിനചര്യകൾക്കും ജോലിക്കും ശ്രദ്ധാശൈഥില്യങ്ങൾക്കും പിന്നിലൊളിക്കുന്നു. എന്നാൽ രാത്രിയിൽ സത്യം ക്ഷണിക്കപ്പെടാതെ പുറത്തുവരുന്നു. അവർ പറയേണ്ട വാക്കുകൾ, അവരെടുക്കേണ്ട പ്രവൃത്തികൾ, അവർ സംരക്ഷിക്കാത്ത അവസരങ്ങൾ, അവർ നിസ്സാരമായി കരുതിയ നിമിഷങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങളുടെ ആത്മമിത്രം ചിന്തിച്ചു. അവർ വേദനാജനകമായ എന്തോ ഒന്ന് തിരിച്ചറിഞ്ഞു. സ്നേഹം നഷ്ടപ്പെട്ടതിനാൽ അവർ നിങ്ങളെ നഷ്ടപ്പെട്ടില്ല. ഭയം കൂടുതൽ ഉച്ചത്തിലായതിനാൽ അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തി. പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ഭയം, ദൗർബല്യത്തെക്കുറിച്ചുള്ള ഭയം, മതിയാകില്ല എന്ന ഭയം, സ്നേഹം പൂർണ്ണമായും തിരഞ്ഞെടുക്കുമോ എന്ന ഭയം. ആ തിരിച്ചറിവ് അവരെ വല്ലാതെ ബാധിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു വികാരതരംഗം അനുഭവപ്പെട്ടത്? അടുത്തിടെ നിങ്ങൾക്ക് വ്യക്തമായ കാരണമില്ലാതെ വികാരാധീനനായി തോന്നിയെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ പെട്ടെന്നൊരു ഭാരം, അവയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനുള്ളൊരു പ്രേരണ, യാദൃശ്ചികമല്ലാത്ത ആഗ്രഹവുമായി കലർന്ന ഒരു വിചിത്രമായ ശാന്തത. ആത്മാക്കൾ ആഴത്തിൽ ബന്ധിപ്പെട്ടിരിക്കുമ്പോൾ ഊർജം അനുവാദമില്ലാതെ സഞ്ചരിക്കുന്നു. അവരുടെ ചിന്തകൾ നിങ്ങളിലേക്കെത്തി. അവരുടെ വികാരങ്ങൾ നിങ്ങളുടെ ആത്മാവിനെതിരെ ഉരഞ്ഞു. നിങ്ങളുടെ ആത്മാക്കൾ ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നതിനാലാണ് നിങ്ങൾക്കത് അനുഭവപ്പെട്ടത്. വാക്കുകൾ നിലച്ചാലും അവരെടുത്ത തീരുമാനം. അർദ്ധരാത്രിക്കും പുലർച്ചയ്ക്കുമിടയിൽ എവിടെയോ നിങ്ങളുടെ ആത്മമിത്രം ഓട്ടം നിർത്തി. അവർ സുഖമാണെന്ന് നടിച്ചത് നിർത്തി. ഇനി അത് പ്രശ്നമല്ല എന്നവർ സ്വയം പറയുന്നത് നിർത്തി. അവരൊരു തീരുമാനമെടുത്തു. ചെറിയ ഒന്നല്ല, താൽക്കാലികമായ ഒന്നല്ല, ജീവിതം മാറ്റിമറിക്കുന്ന തീരുമാനമാണ്. അവരുടെ വികാരങ്ങൾ നിഷേധിക്കുന്നത് നിർത്താൻ, അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നേരിടാൻ, ഭയം അവരുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ ഇനി അനുവദിക്കാതിരിക്കാൻ, ആശ്വാസത്തേക്കാൾ സത്യം തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനിച്ചു. നിങ്ങളില്ലാതെ ജീവിക്കുന്നത്
എല്ലാം അപകടത്തിലാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കി. ഈ തീരുമാനത്തിന്റെ അർത്ഥമെന്താണ്? ഇതെല്ലായ്പ്പോഴും ഒരു ഉടനടിയുള്ള സന്ദേശത്തെ അർത്ഥമാക്കുന്നില്ല. ഇതെല്ലായ്പ്പോഴും ഒരു പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടലിനെ അർത്ഥമാക്കുന്നില്ല. ചില തീരുമാനങ്ങൾ ആദ്യം ആന്തരികമാണ്. അതിനർത്ഥം അവരവരുടെ ജീവിതത്തെ വ്യത്യസ്തമായി വിന്യസിക്കുന്നുവെന്നാണ്. അവർ വൈകാരികമായി തയ്യാറെടുക്കുകയാണ്. അവർ പഴയ പാറ്റേണുകൾ മായ്ക്കുകയാണ്. അവർ ഒരിക്കൽ അവഗണിച്ച പാഠങ്ങൾ പഠിക്കുകയാണ്. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം, അവർ നിങ്ങളിലേക്ക് മടങ്ങിവന്നാൽ അവർ മാറിയവരായിരിക്കണമെന്ന്. പ്രപഞ്ചം എന്തുകൊണ്ടാണ് വേർപിരിയൽ അനുവദിച്ചത്? വേർപിരിയൽ ശിക്ഷയായിരുന്നില്ല, അത് തയ്യാറെടുപ്പായിരുന്നു. നിങ്ങൾ രണ്ടുപേരും വളരേണ്ടതുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും വ്യക്തത ആവശ്യമായിരുന്നു. ആത്മാഭിമാനം, ക്ഷമ, വൈകാരിക ശക്തി എന്നിവ പഠിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ പ്രപഞ്ചം ആത്മമിത്രങ്ങളെ വേർപെടുത്തുന്നു. ബന്ധം അവസാനിപ്പിക്കാനല്ല, മറിച്ച് അതിനെ നശിപ്പിക്കുന്നവയെ നീക്കം ചെയ്യാനാണ്. ഇപ്പോൾ സമയം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇത് പ്രധാനമാണ്. പിന്തുടരരുത്, നിർബന്ധിക്കരുത്, നിങ്ങളുടെ മൂല്യത്തെ സംശയിക്കരുത്. പകരം ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. നിങ്ങളുടെ ഏറ്റവും മികച്ച സ്വത്വമായി മാറുന്നത് തുടരുക. ദിവ്യസമയത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ ശാന്തത ശക്തമാണ്. നിങ്ങളുടെ ആത്മാഭിമാനം കാന്തികമാണ്. നിങ്ങളുടെ രോഗശാന്തി നിങ്ങളുടേതായ ആത്മാവിനെ ആകർഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുമായി കൂടുതൽ യോജിക്കുന്തോറും അവർക്ക് നിങ്ങളുമായി യോജിക്കാൻ എളുപ്പമാകും. ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. അവസാനം വരെ ഇത് വായിക്കാൻ നിങ്ങൾ ആകർഷിച്ചാൽ നിങ്ങളൊരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു. നിങ്ങളുടെ ഹൃദയം ഭാരമേറിയതായി തോന്നി, പക്ഷെ ശാന്തമായി. നിങ്ങൾ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു, പക്ഷെ എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. വിശദീകരിക്കാനാകാത്ത ഒരു ആഴത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇവ യാദൃശ്ചികതകളല്ല. അടുത്തതായി എന്താണ് സംഭവിക്കുന്നത്? ആദ്യം സൂക്ഷ്മമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് അവരെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയും. അവരുടെ ഊർജം കൂടുതൽ ശക്തമായി അനുഭവിക്കുക. അവരുടെ പേര് അപ്രതീക്ഷിതമായി കേൾക്കുക. സംഗീതം, അക്കങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ വഴി അടയാളങ്ങൾ സ്വീകരിക്കുക. തുടർന്ന് ആശയവിനിമയം വിന്യാസത്തെ പിന്തുടരുന്നു. ശരിയായ സമയം വരുമ്പോൾ, ഭയം അതിന്റെ പിടിയയുമ്പോൾ, ധൈര്യം അഹങ്കാരത്തേക്കാൾ ശക്തമാകുമ്പോൾ പാതകൾ വീണ്ടും മുറിച്ചുകടക്കുന്നു. നിങ്ങൾക്കുള്ള അവസാന സന്ദേശം: നിങ്ങളുടെ ആത്മമിത്രം ആകസ്മികമായി ഉണർന്നിരുന്നില്ല. ആത്മാവ് ഉറങ്ങാത്തതിനാൽ അവരുണർന്നിരുന്നു. പൂർത്തിയാകാത്ത എന്തെങ്കിലും ഇപ്പോഴും അതിനുള്ളിൽ വസിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമാണ്. നിങ്ങൾ ഇപ്പോഴും പ്രധാനമാണ്. അവരെടുത്ത തീരുമാനം നിങ്ങളുടെ രണ്ടു ജീവിതങ്ങളെയും എന്നേക്കുമായി മാറ്റും. പ്രക്രിയയെ വിശ്വസിക്കുക. ബന്ധത്തെ വിശ്വസിക്കുക. നിങ്ങളെത്തന്നെ വിശ്വസിക്കുക. കാരണം ഇതുപോലുള്ള സ്നേഹം അപ്രത്യക്ഷമാവില്ല, അത് കാത്തിരിക്കുന്നു. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓണാക്കുക. അങ്ങനെ നിങ്ങൾ കാണുന്ന രീതിയെ മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുതയും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്.